പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ സുമേഷ് പൂത്തറ. എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് തൊഴിൽ ദിനങ്ങൾ, നമ്മൾ ഈ വർഷം ജോലി ചെയ്ത മൊത്തം തൊഴിൽ ദിനങ്ങളുടെ എണ്ണം എത്രയാണ് എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് നമ്മളുടെ മൊബൈലിൽ തന്നെ നമ്മൾ എത്ര തൊഴിൽ ദിനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിനു മുന്നോടിയായിട്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ഡേഷൻ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ ഫസ്റ്റ് നമ്മളുടെ മൊബൈൽ ഫോൺ എടുക്കുക, ഗൂഗിൾ ക്രോം കാണുന്നുണ്ടല്ലോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു സാധനം തെളിഞ്ഞു വരും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മേലെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, MGMNREGA, അതാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. MGMNREGA എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം അവിടെ സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക. നോക്കാം, MGMNREGA. അപ്പോൾ ഇങ്ങനെ കിട്ടിയിരിക്കുമ്പോൾ മേലോട്ട് നീക്കി പോവുക. അവിടെ നമുക്ക് എന്ത് ചെയ്യുക, MIS റിപ്പോർട്ട്, ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മളുടെ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം കാണാൻ വേണ്ടിയിട്ടാണ് MIS റിപ്പോർട്ട് നമ്മൾ എടുക്കുന്നത്. ഇത് എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കണക്ക്, എന്തെങ്കിലും ഒരു ചെറുതായിട്ടുള്ള സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ വരും. ഇപ്പോൾ 18, 8 ഏതെങ്കിലും ഒരു സംഖ്യയൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഒരു കണക്ക്, ചെറിയൊരു കണക്ക് വരും. അതിൻ്റെ ആൻസർ ചെയ്യുക. ചിലപ്പോൾ കുറക്കണമെന്നായിരിക്കും, ചിലപ്പോൾ കൂട്ടണമെന്നായിരിക്കും. അതിനുശേഷം അവിടെ വെരിഫൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് മാറും. അപ്പോൾ ഇവിടെ 2022, 23 ഉണ്ടാവും. അതിന് താഴെ സ്റ്റേറ്റ് എന്ന ഭാഗത്ത് സെലക്ട് ചെയ്തിട്ട് കേരള സെലക്ട് ചെയ്യുക. കേരള സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ R1, R2, R3 ഇങ്ങനെ കാണാം. കണ്ടല്ലോ, നീല കളറിൽ ഇങ്ങനെ കാണാം. അപ്പോൾ നമ്മൾ ഇവിടെ വലുതാക്കി നോക്കാം. നമുക്ക് R5 കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഫിസിക്കൽ പ്രോഗ്രസ് എന്നുള്ളത് അതിൽ മൂന്നാമത്തത് സെലക്ട് ചെയ്യുക. R5 എടുക്കുക, അതിന് മൂന്നാമത്തെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കേരളത്തിലെ മൊത്തം ജില്ലകളാണ്. അപ്പോൾ ഞാനിപ്പോൾ കോഴിക്കോട് ജില്ലയിലുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കോഴിക്കോട് സെലക്ട് ചെയ്യുന്നു. കോഴിക്കോടിൽ വെച്ചിട്ട് നിങ്ങൾ ഏത് ജില്ലയാണോ ആ ജില്ല സെലക്ട് ചെയ്യുക. അതിനുശേഷം കോഴിക്കോട് ജില്ലയിലെ, ഞാനിപ്പോൾ കോഴിക്കോടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, കോഴിക്കോട് ജില്ലയിലെ ബ്ലോക്കുകൾ വരും. അപ്പോൾ ഞാൻ കോഴിക്കോട് ജില്ലയിലെ കുന്നുമ്മൽ ബ്ലോക്കിലുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുന്നുമ്മൽ ബ്ലോക്ക് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. കുന്നുമ്മൽ ബ്ലോക്ക് സെലക്ട് ചെയ്തു. കുന്നുമ്മൽ ബ്ലോക്ക് സെലക്ട് ചെയ്യുമ്പോൾ അതിനുശേഷം നമുക്കൊന്ന് വലുതാക്കി നോക്കാം. കുന്നുമ്മൽ ബ്ലോക്ക് സെലക്ട് ചെയ്തതിന് ശേഷം കുന്നുമ്മൽ ബ്ലോക്കിൽ 7 പഞ്ചായത്തുകളാണുള്ളത്. ആ പഞ്ചായത്തിൻ്റെ ലിസ്റ്റ് വരും. അപ്പോൾ ഇതിൽ ഞാനുള്ളത് കായക്കൊടി പഞ്ചായത്തിലാണ്. അപ്പോൾ ഞാനിവിടെ കായക്കൊടി പഞ്ചായത്ത് സെലക്ട് ചെയ്തു. കായക്കൊടി പഞ്ചായത്ത്, ഒരു പഞ്ചായത്ത് നിങ്ങൾ ഏതാണോ നിങ്ങൾ ആ പഞ്ചായത്ത് സെലക്ട് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ നമ്മളെ ബ്ലോക്കും പഞ്ചായത്തും സെലക്ട് ചെയ്യണം. ഇവിടെ ബ്ലോക്ക് എന്നുള്ള സ്ഥലത്ത് നമ്മുടെ ഏതാണോ, ഇപ്പോൾ കുന്നുമ്മൽ ബ്ലോക്ക് എന്ന് എഴുതി, അതിനുശേഷം അതിൻ്റെ നേരെ വലത് ഭാഗത്തായിട്ട് പഞ്ചായത്ത് ഇപ്പോൾ സെലക്ട് ചെയ്യുക. ഞാൻ കായക്കൊടി പഞ്ചായത്താണ്, കായക്കൊടി സെലക്ട് ചെയ്ത്. ഇനി അതിനടി തൊട്ട് താഴെയായിട്ട് ഒരു നമ്പർ ഉണ്ടാവും. അത് നമ്മൾ അപ്പോൾ 100 എന്നാണ് ഉണ്ടാവുക. നമുക്കിപ്പോൾ എത്ര പണീൻ്റെ മേലോട്ട് ലഭിച്ചു, നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമല്ലോ നമ്മൾ എത്ര ജോലി ചെയ്തു എന്ന്. അപ്പോൾ ഞാനിപ്പോൾ 90 എന്നുള്ളൊരു 90ൻ്റെ മേലോട്ടുള്ള നമുക്ക് ലിസ്റ്റ് മൊത്തം കിട്ടണം. ഞാനിപ്പോൾ അതിന് ശേഷം അതിൻ്റെ അകത്ത് കുറച്ച് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്തത് ഗ്രേറ്റർ ദാൻ ആൻഡ് ഈക്വൽ ആണ്. അപ്പോൾ അതിൽ 90 മേലോട്ടുള്ള എല്ലാ പണികളും കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് എടുത്തത്. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം ഞാൻ പ്രൊസീഡ് എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 100 മാറ്റി നമ്മൾ 90 ആക്കി, പിന്നെ പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ എത്ര മുതൽ എത്ര വരെ പണിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ ആ പണിയാണ്. നിങ്ങൾക്കിപ്പോൾ 100 പണി കിട്ടിയാൽ ആടാൻ വേണമെങ്കിൽ 100 തന്നെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ
ഇതിൽ ഞാൻ 90 മേലോട്ടും കിട്ടിയ എല്ലാവരുടെയും ലിസ്റ്റാണ് എനിക്ക് കാണേണ്ടത്. അതാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തത്. അപ്പോൾ ഈ മൊത്തം ലിസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരും. ഇപ്പോൾ കായക്കൊടി പഞ്ചായത്തിലുള്ള മുഴുവൻ 90 പണീൻ്റെ മേലോട്ട് ലഭിച്ച 90 മേലോട്ടും ലഭിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാരുടെ ലിസ്റ്റിംഗ് ഇങ്ങനെ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് അതിൽ നിന്നും നമ്മുടെ നോക്കാം, നമുക്ക് എത്രയായി ലഭിച്ചിട്ടുണ്ട് എന്നത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ തൊഴിൽ കാർഡ് ഉടമയുടെ പേരായിരിക്കും ഇതിലുണ്ടാകുക. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ അമ്മയുടെ പേരാണുള്ളത്. ഇപ്പോൾ ശാരദ ചീരു ഇത് കാണുന്നുണ്ടല്ലോ, ഇതെൻ്റെ അമ്മയുടെ പേരാണ്. അപ്പോൾ അതിന് നേർക്ക് നോക്കിയാൽ ഞാനിപ്പോൾ 91 തൊഴിൽ ദിനങ്ങളായിട്ടുണ്ട്, എനിക്ക് 91 ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തൊഴിൽ കാർഡ് നമ്പർ 246 അപ്പോൾ അതിൽ വെച്ചിട്ട് ഞാൻ 246 എന്നുള്ളതിൽ ആ നമ്പറിൻ്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എൻ്റെ ഡീറ്റെയിൽസ് അല്ലെ ഞങ്ങളുടെ തൊഴിൽ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ ലഭിക്കും. അപ്പോൾ നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് നിങ്ങൾ തൊഴിൽ കാർഡ് അതൊന്ന് വലുതാക്കി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് കാണുന്നത്? ഇപ്പോൾ ഞങ്ങളെ മുഴുവൻ പേരുണ്ട്, ഞങ്ങൾ 3 പേരുണ്ട്, അച്ഛനും അമ്മയും ഞാനും ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ചെയ്തിരുന്നു. അപ്പം അവർ 3 പേര് ഉണ്ട്. ഇപ്പോൾ 3 പേര് ഇപ്പോൾ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ്, നമ്മൾ ഏത് ബാങ്കിലാണ് നമുക്ക് പൈസ വരുന്ന ആ ഡീറ്റെയിൽസ്, പിന്നെ അഡ്രസ്സ്, പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇവിടെ തൊഴിൽ കാർഡ്. അപ്പോൾ നമ്മൾ ഉറപ്പ് വരുത്തുക ഇത് എൻ്റെ തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അത് തൊഴിൽ കാർഡ് നമ്പർ അറിയാമല്ലോ ഉറപ്പ് വെച്ചാൽ ഇപ്പോൾ പിന്നെ മേലോട്ട് നീക്കാൻ പറ്റും. അപ്പോൾ മേലോട്ട് നീക്കുമ്പോൾ ഇതാ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും, ഏത് ജോലിയാണ് ചെയ്തത്. അപ്പോൾ അവസാനം കണ്ടോ ഇവിടെ താഴെ ഏറ്റവും അടിയിൽ നോക്കിയാൽ 91, അത് ഡേറ്റ് 3/3/2023 അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഇതിൽ നമ്മൾ അവസാനമായിട്ട് ഏത് ദിവസമാണ് ജോലി ചെയ്ത്, അപ്പോൾ ആ ഡേറ്റ് വരെ എത്ര ജോലി ആയി എന്നതാണ്. അപ്പോൾ ഈ ഡേറ്റിന് 91. ഇനിയിപ്പോൾ ഞാൻ ബാങ്കിൽ എത്ര പൈസ വാങ്ങിച്ചിട്ടുണ്ട്, എത്ര അവിടെ സ്റ്റോക്കുണ്ട്, അങ്ങനെ കാര്യങ്ങൾ സ്റ്റോക്കല്ല അവിടെ കിട്ടാനുണ്ട് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസും കൂടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഓരോ ആൾക്കാരുടെയും ഡീറ്റെയിൽസ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ മൊത്തത്തിലിപ്പോൾ നിങ്ങളത് മാത്രമാണ് നോക്കേണ്ടത് അങ്ങനെ ചെയ്യുക. ഇനിയിപ്പോൾ മേറ്റൊക്കെ ആണെങ്കിൽ തങ്ങളുടെ കീഴിലുള്ള മൊത്തം ആൾക്കാരെ നോക്കണമെങ്കിൽ ഓരോ ഇങ്ങനെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നോട്ട് ചെയ്തിട്ട് പോവാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വിചാരിച്ചാൽ ഇതിലിപ്പം മൊത്തം തൊഴിൽ ദിനങ്ങൾ ഇപ്പോൾ ഇന്ന് പണിയെടുത്തൊന്നും ഇതിൽ വന്നിട്ടുണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ നോക്കുന്ന ദിവസങ്ങളിലുള്ളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ തൊട്ടടുത്തുള്ള മാസ്റ്ററോൾ സബ്മിറ്റ് ചെയ്ത ദിവസത്തിന് ആ ദിവസം വരെ ഉള്ളതാണ് ഉണ്ടാവുക. അപ്പോൾ ഡേറ്റ് ശ്രദ്ധിക്കണം, എത്ര തീയതി വരെയാണ് എനിക്ക് ഇത്ര തൊഴിൽ ദിനങ്ങൾ കിട്ടിയതെന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ പിന്നെ ഇന്ന് ചിലപ്പോൾ 100 കഴിഞ്ഞാൽ 100 പണിയായിട്ടുണ്ട്, ഇന്ന് തന്നെ നമ്മൾ ഒപ്പിടുമ്പോഴേക്ക് ഇതിൽ വന്നിട്ടുണ്ടാവില്ല. ആ മാസ്റ്ററോൾ പഞ്ചായത്ത് എത്തിയതിന് ശേഷം അതിൽ അപ്ലോഡ് ചെയ്ത് 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് നമുക്ക് ശരിയായ വിവരങ്ങൾ കിട്ടുക. അപ്പോൾ അതുവരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ജോലി ചെയ്ത് ഒപ്പിട്ട വൈകുന്നേരം പോയിട്ട് നോക്കിയാൽ കിട്ടില്ല എന്ന് ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇതേത് ഡേറ്റ് വരെ ഉള്ളതാണ് എന്നത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ ലളിതമായിട്ട് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ വർഷത്തിൽ എത്ര ജോലി ചെയ്തു എന്നൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റുന്ന ഒരു പരിപാടിയാണിത്. MIS റിപ്പോർട്ട് എന്നാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, MIS റിപ്പോർട്ട് എടുക്കുക. ബാക്കി അതേപോലെ തന്നെ ജില്ല, ബ്ലോക്ക്, പിന്നെ പഞ്ചായത്ത് അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ ഡീറ്റെയിൽസ് കിട്ടും. ഇനി നിങ്ങൾക്ക് സംഖ്യ അവിടെ കൊടുക്കുന്ന സ്ഥലത്ത് മാറി മാറി കൊടുക്കാം കേട്ടോ, എത്ര വേണ്ട നോക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ആൾക്കാരെയും തൊഴിൽ ദിനങ്ങൾ. അപ്പോൾ ചിലപ്പോൾ നമ്മളെ പുസ്തകത്തിൽ കുറവൊക്കെ ഉണ്ടോ കൂടുതലൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒരു ലൈക്ക് അടിക്കുക. അപ്പോൾ വേറെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും 1000 നന്ദി, നമസ്കാരം. താങ്ക് യു. പ്രിയമുള്ളവരെ ഇത് 2023-24 ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് അപ്ഡേഷനൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ MGMNRE GA എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് വേറൊരു ഓപ്ഷനാണ് വരിക. അതിൻ്റെ അകത്ത് നിങ്ങൾ സെൻറ്ററിലുള്ള റിപ്പോർട്ട് എന്ന് ഇവിടെ കാണുന്നുണ്ടല്ലോ മോള്, അതിന് എടുക്കുന്ന റിപ്പോർട്ട് എന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാലാണ് ബാക്കി ഡീറ്റെയിൽസ് വരിക. അപ്പോൾ ഇത് പിന്നെ അതേപോലെ തന്നെ 2023-24 എന്നായിരിക്കും അതിൽ പറയുന്നുണ്ടാവും. അവിടെ നിങ്ങൾ 24-25 സെലക്ട് ചെയ്യേണ്ടത്.
ബാക്കിയുള്ള ഏകദേശം അതേപോലെ തന്നെയാണ് വരിക. പിന്നെ ചില മൊബൈലുകളിൽ അവസാനമായിട്ട് 404 എറർ എന്നുള്ളത് വരുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ വേറെ വഴിയുണ്ട്. എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.